പഴയ 3 നില കെട്ടിടം പൊളിച്ച് പുതിയ 3 നില കെട്ടിടം പണിയാൻ 2008-ൽ അനുമതി വാങ്ങിയ ചോയ്സ് ഗ്രൂപ്പിന് 2010-ൽ ചട്ടങ്ങൾ ലംഘിച്ച് 11 നില കെട്ടിടം പണിയാനായി കോർപ്പറേഷൻ അനുമതി പുതുക്കി നൽകി. എന്നാൽ കെട്ടിടം നിർമ്മിച്ചത് തീരദേശ പരിപാലന സമിതിയുടെ അനുമതിയില്ലാതെ കായലും പുറമ്പോക്ക് ഭൂമിയും നികത്തിയാണെന്ന് മീഡിയ വൺ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇക്കാര്യം സ്ഥിരീകരിക്കുന്നതാണ് തീരദേശ പരിപാലന അതോറിറ്റിയുടെ സബ് കമ്മിറ്റി നൽകിയ അന്വേഷണ റിപ്പോർട്ട്. കെട്ടിട പുനർനിർമ്മാണത്തിൽ FIR മുതൽ നിയമലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് സമിതി കണ്ടെത്തി. ഫ്ളാറ്റിലെ ബോട്ട് ചെട്ടി നിർമ്മിച്ചിരിക്കുന്നത് വേമ്പനാട്ട് കായലും പുറമ്പോക്ക് ഭൂമിയും നികത്തിയാണെന്നും കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ജോയിന്റ് ഡയറക്ടറായ ഡോക്ടർ കമലാക്ഷൻ കോക്കലിന്റെ റിപ്പോർട്ടിലുണ്ട്. CRZ 2-ൽ പെടുന്ന പ്രദേശത്തെ നിർമ്മാണം KCZMAയുടെ മുൻകൂർ അനുമതി നേടാതെയാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള റാംസാർ സൈറ്റിൽപ്പെടുന്ന വേമ്പനാട്ട് കായലിലെ കയ്യേറ്റം 2010-ലെ തണ്ണീർത്തട വിജ്ഞാപനത്തിന്റെ ലംഘനമാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. നേവൽ എയർപോർട്ടിന് സമീപത്തായി നിർമ്മിക്കുന്ന കെട്ടിടം അനുവദനീയമായതിലും കൂടുതൽ ഉയരത്തിലാണെന്ന് കണ്ടെത്തിയ നാവികസേന കമാൻഡന്റും നേരത്തെ കെട്ടിടത്തിനെതിരെ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. സനൂപ് ശശിധരൻ, മീഡിയ വൺ, കൊച്ചി.